Hello. Welcome to market discussion of the day. Today, March 14, 2025, Friday ആണ് വീക്കെൻഡ് ആണ്. സോ വീക്കെൻഡ് മാർക്കറ്റ് ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ അടുത്ത പുതിയൊരു ഫോറക്സ് ട്രേഡിംഗ് ബാച്ച് അടുത്ത തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്, ഇന്നത്തെ ദിവസം നമുക്ക് പ്രത്യേകിച്ച് ഫണ്ടമെൻ്റൽസ് ഒന്നും തന്നെ ഇല്ല. പക്ഷേ മാർക്കറ്റിൽ നമ്മൾ നോക്കാൻ നേരത്ത് മാർക്കറ്റൊക്കെ ഇപ്പം ഓൾ ടൈം ഹൈ ഒക്കെ കയറി. ഇന്നലെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് 2956 ആ ലെവലായിരുന്നു ഓൾ ടൈം ഹൈ. അവിടുന്ന് ബ്രേക്കായി മാർക്കറ്റ് മുകളിലോട്ട് പോയി 2990 ആ ലെവലിൽ നിൽക്കുകയാണിപ്പം. ഓക്കെ, ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. സോ ഇത് ഒരുപാട് എന്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ മുകളിലോട്ട് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുണ്ടായിട്ടുള്ള ട്രേഡ് വാർ ആണ് മെയിനായിട്ടുള്ള റീസൺ. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ ഒരുപാട് ചേഞ്ചസ് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാവും. മാർക്കറ്റ് ഇപ്പം ബേസിക്കലി ട്രേഡ് വാർ യൂറോപ്പും US തമ്മിൽ ഉള്ളൊരു കോൾഡ് വാർ പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവർ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ സുഹൃത്തുക്കളും, പക്ഷേ ഇതേപോലത്തുള്ള ട്രേഡ് വാറുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് പോകാനുള്ള പോസിബിലിറ്റിയും കാണുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ അതേപോലെ തന്നെ ഉക്രൈൻ വാറിനെ സംബന്ധിച്ചിടത്തോളം പുടിൻ പറഞ്ഞു, റഷ്യ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ്, പുള്ളിക്കാരൻ സീസ് ഫയറിന് റെഡിയാണ്, ബട്ട് ഒൺലി എന്താ പറയുക, കുറേ കണ്ടീഷൻസ് വെച്ചിട്ട് പുള്ളിക്കാരൻ സീസ് ഫയറിന് റെഡിയാണെന്നുള്ള കാര്യമാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ട്, അപ്പോൾ എന്തായിത്തീരും ഉക്രൈൻ വാർ എന്നൊക്കെയുള്ള കാര്യത്തിൻ്റെ റിസൾട്ട് ഇന്നത്തെ ദിവസം വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റിൽ പ്രത്യേകിച്ച് ഗോൾഡിൽ നിന്ന് ഇന്നത്തെ ദിവസം മാറി നിൽക്കുന്നത് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളൊരു തീരുമാനമായിരിക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം ട്രേഡിനകത്തോട്ട് പ്രവേശിക്കാനായിട്ട്. ഓക്കെ, സോ നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPYയിലോട്ട് വരും. JPY നേരത്തെ പറഞ്ഞ കാര്യമാണ് 146 ബൈ 150 സെല്ല്. ഓക്കെ, സോ ഇത് മാത്രമാണ് എനിക്ക് വീണ്ടും പറയാനായിട്ടുള്ളത്. JPYയിലുള്ളൊരു നല്ല കാര്യം എന്താ വെച്ചാൽ, ജപ്പാനിൽ ഭയങ്കര ലെവലിൽ JPYയെ ഈ ട്രേഡ് വാർ ഒന്നും അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഇല്ല. ഓക്കെ, കാരണം എന്താ വെച്ചാൽ ജപ്പാനിൽ നിന്നുള്ള ബിസിനസ് ടൈക്കൂൺസ് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് US നടത്തുന്നുണ്ട്. അതുകൊണ്ട് അത് ജപ്പാനിൽ നല്ലൊരു കാര്യമാണ്. JPYക്ക് അത് പോസിറ്റീവാണ്. ഓക്കെ, പക്ഷേ ടെക്നിക്കലി നോക്കാൻ നേരത്ത് JPY ഒരു റേഞ്ചും പിടിക്കാതെ പോവുകയാണ്. അപ്പം നമുക്ക് 150 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ സെല്ലും 146 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ബൈയും ചെയ്തുകൊണ്ട് മാത്രമാണ് JPYയിൽ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത്. നേരെ നമ്മൾ യൂറോയിലോട്ട് പോകുമ്പോൾ യൂറോ നമുക്ക് ഇന്നലെ അത്യാവശ്യം 1 എത്ര വരെ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ ദിവസം മാർക്കറ്റ്. ഓക്കെ, ഇത് H4 ക്യാൻഡിൽ കിടക്കുകയാണ്. സോ ഇന്നലത്തെ ദിവസം മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു 1.0834 ആ ലെവലിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ ലെവലിൽ വന്നു കഴിഞ്ഞാൽ ബൈ ചെയ്യാനും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അത് ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ട് ഇന്നലെ തന്നെ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. ഒരു 1 ലോട്ട് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് ഒരു $300 to $400 പ്രോഫിറ്റ് ഉണ്ടാവും. സോ ഇന്നും നമ്മൾ വെയിറ്റ് ചെയ്യാം. 1.0 എന്താ പറയുക 0800 അടുത്തായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്യാം. ഓക്കെ, സോ ഞാൻ ഇവിടെ വെച്ചിട്ടൊരു ബൈ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ 0.5 ആ ഓപ്പർച്യൂണിറ്റി മിസ്സാക്കണം എന്ന് വിചാരിച്ച് 0.5 അവിടെ എടുത്തു. ഞാൻ 1.08 കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഞാൻ അവിടെ നിന്നും ഒരു ബൈ എടുക്കും. സോ ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളത് 1.0750 താഴെയായിട്ടാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഉക്രൈൻ വാർ എൻ്റെ തീരുമാനം ഇന്ന് അറിയാൻ പറ്റും. സോ അത് അറിയാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. സോ അത് കൺസിഡർ ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിൽ വെക്കാതെ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കുക. ഓക്കെ, സോ നേരെ നമ്മൾ GBPയിലോട്ട് വരുമ്പം GBP ഇപ്പോൾ ഒരു കാരണവശാലും ഞാൻ താഴോട്ട് വരത്തില്ല എന്ന് ശക്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് GBP മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. ഇപ്പോൾ 1.29362 റേഞ്ചിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് താഴെ ബൈ പോയിന്റ് എവിടെയാണെന്ന് വെച്ചാൽ 1.2800 റേഞ്ചിലാണ്. ഓക്കെ, മാർക്കറ്റ് ഇവിടെ വരെ സഞ്ചരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ബൈ പോയിന്റ് കിട്ടത്തുള്ളൂ. ഓക്കെ, നേരെ മറിച്ച് സെല്ലുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് GBPയിൽ സെല്ലും ഇല്ല. വേണമെങ്കിൽ 1.2300 അവിടെ വെച്ച് വേണമെങ്കിൽ
പരീക്ഷിക്കണം എന്നുള്ള ആൾക്കാർക്ക് പരീക്ഷിച്ച് നോക്കാം. പക്ഷെ ഞാൻ ഒരിക്കലും പരീക്ഷിക്കത്തില്ല GBPയിൽ സെല്ല് ചെയ്തുകൊണ്ട്. സോ GBP ബൈ തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, എന്താ പറയുക, 1.300 മുകളിലായിട്ട് GBPക്ക് വീണ്ടും ഒരു നല്ലൊരു അപ്പ് ട്രെൻഡ് ഉണ്ട്. അവിടെ നമുക്ക് കടന്നു എന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. വെറുതെ ഒരു ക്യാൻഡിൽ കണ്ടിട്ട് ചെയ്യരുത്, ഉറപ്പിക്കണം അത് മാർക്കറ്റ് ടൈമിങ്ങിലാണോ കടന്നത്, 1 അവർ ക്യാൻഡിലാണോ കടന്നത് എന്നൊക്കെയുള്ള കാര്യം ഉറപ്പിച്ചിട്ട് വേണം GBPയിൽ 1.300 മുകളിലായിട്ടൊരു ബൈ എടുക്കാനായിട്ട്. ഓക്കെ, സോറി ഞാൻ ഈ അവർലി ഇതൊന്ന് മാറ്റിക്കോട്ടെ. ഓക്കെ, സോ H1 ആയി, നേരത്തെ H4 കിടന്നതാണ്. ഓക്കെ, സോ നേരെ എനിക്ക് യൂറോയിൽ ഒറ്റ കാര്യം കൂടെ പറയാനുള്ള, മാർക്കറ്റ് നമുക്ക് കിട്ടിയില്ല, നമുക്ക് 1.0800 കിട്ടിയില്ല എങ്കിൽ നമുക്ക് ഒരേ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള അടുത്തൊരു ഓപ്പർച്യൂണിറ്റി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1.100 മുകളിലായിട്ട് മാർക്കറ്റ് കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് യൂറോയിൽ അടുത്തൊരു ബൈ ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട്. ഓക്കെ, ഗോൾഡിലോട്ട് വരുമ്പോൾ ഗോൾഡ് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ഇന്നത്തെ ദിവസം ഗോൾഡിൽ മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം സാധാരണ ഗോൾഡ് എന്താണ് 2880 റേഞ്ചിൽ വരുന്ന സമയത്ത്, 2980 എല്ലാ 80 എന്ന് പറയുന്നത് ഒരു ബെഞ്ച് മാർക്കാണ് ഗോൾഡിൽ. അവിടെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷണൽ സെല്ലേഴ്സ് വന്ന് അവിടെ പ്രസൻ്റ് ആയിട്ട് നിൽക്കേണ്ട ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇന്നലെ നമുക്ക് കാണാം 80 നിന്ന് ഒരു രീതിയിലും ഉള്ളൊരു മാർക്കറ്റിൽ ഒരു റിജക്ഷൻ വന്നില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് കാണാം, അല്ലേ? സോ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് കാണാം. സോ അത് ആക്ച്വലി എന്ത് സൂചിപ്പിക്കുന്നു എന്ന് വെച്ചാൽ അവിടെ സെല്ലേഴ്സ് പ്രസൻറ്റ് ആയില്ല എന്നുള്ളതാണ്. കാരണം റഷ്യ ഉക്രൈൻ വാറിനകത്ത് എന്താണ് തീരുമാനം എന്ന് അറിഞ്ഞിട്ടായിരിക്കും ആ ഇൻസ്റ്റിറ്റ്യൂഷണൽ സെല്ലേഴ്സൊക്കെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ ഇപ്പം ഒരു രീതിയിലൊരു തീരുമാനം, ഇപ്പം 2960 തൊട്ട് 3000 വരെ ഒരു രീതിയിലുള്ളൊരു തീരുമാനം എടുക്കാനായിട്ടുള്ളൊരു കാര്യം എനിക്കറിയില്ല. ഓക്കെ, സോ എന്താ പറയുക, നമുക്ക് ചെയ്യാനായിട്ടുള്ളൊരു പോസിബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാത്രി മാർക്കറ്റ് 3000-ന് മുകളിലായിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത്, ഇന്ന് മാർക്കറ്റ് ക്ലോസിങ് എങ്കിൽ നമുക്ക് 3030 വരെ പ്രതീക്ഷിക്കാം. ഓക്കെ, അങ്ങനെ 3000-ന് മുകളിൽ പോയാൽ മാർക്കറ്റ് 3200 വരെ ഒരു ലോങ്ങർ ടേമിൽ സഞ്ചരിക്കാനായിട്ടുള്ള പോസിബിലിറ്റിയും ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം ട്രേഡ് എടുക്കുക. ഓക്കെ, നേരെ മറിച്ച് മാർക്കറ്റ് 2960 താഴെ കടന്നാൽ അത് നമുക്ക് 2930 വരെ നമുക്ക് മാർക്കറ്റിനെ പ്രതീക്ഷിക്കുകയും ചെയ്യാം എന്നുള്ള 2 കാര്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡിൽ പറയാനായിട്ടുള്ള രണ്ട് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളതാണ്. ഓക്കെ, അന്നും പറഞ്ഞ് 2960 കയറി പെട്ടെന്ന് സെല്ലെടുക്കുകയും ചെയ്യരുത്. കാരണം മാർക്കറ്റ് ഒന്ന് അറിയട്ടെ, ഇന്നത്തെ ദിവസം മാർക്കറ്റിൽ നിന്നും വിട്ട് നിൽക്കുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ട് ഉള്ളത്. ഓക്കെ, എന്താ പറയുക, അത് അതായിരിക്കും നമുക്ക് കുറച്ചും കൂടെ ഗുണപ്രദമാവുക. കാരണം ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ആക്ച്വലി നമുക്ക് ഓൾ ടൈം ഹൈ റീച്ച് ആയിട്ട് നിൽക്കുകയാണ്, ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. 80 തൊട്ട് 3000 വരെ, 1980 തൊട്ട് 3000 വരെ ഒരു ഐഡിയ ഇല്ല ആക്ച്വലി സംസാരിച്ച് കഴിഞ്ഞാൽ. കാരണം മാർക്കറ്റ് ഇതേവരെ അവിടെ സഞ്ചരിച്ചിട്ടില്ല. ഇന്ന് ടെക്നിക്കൽ ഡേ ആണ്, ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതനുസരിച്ചിട്ടായിരിക്കും തീരുമാനം എടുക്കുക ആൾക്കാരും. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറയാനായിട്ടുള്ളത്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമുക്ക് ഉറപ്പായിട്ടും വീക്കെൻഡിൽ ഇതിനകത്ത് എന്താണ് അപ്ഡേറ്റ് ഉള്ളത്, എങ്ങനെ മാർക്കറ്റിനെ തിങ്കളാഴ്ച കാണണം എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഒന്നെങ്കിൽ വീക്കെൻഡിൽ സംസാരിക്കാം, അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെ നമുക്ക് സംസാരിക്കാമെന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. സോ എന്തായാലും നമ്മുടെ ഫോറക്സ് ട്രേഡിംഗ് ക്ലാസ് എന്തായാലും നടക്കും. അത് അടുത്ത തിങ്കളാഴ്ച 17-ാം തീയതി 17th മാർച്ച് 2025 സ്റ്റാർട്ട് ചെയ്യും. വൈകുന്നേരം 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് 2 മലയാളം ബാച്ചായിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. 2 ഇന്ത്യൻ ടൈമാണ് കേട്ടോ. ഓക്കെ, അപ്പം ക്ലാസ്സിന് ചേരാൻ താല്പര്യമുള്ള ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് വീക്കെൻഡിലോ അല്ലെങ്കിൽ തിങ്കളാഴ്ച നമുക്ക് കാണുന്നത് വരെ ഗുഡ് ബൈ.